SSLC പരീക്ഷാ ഫലം മെയ് 2-ാം വാരത്തോടെ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര സത്യങ്ങൾ ഒഴിവാക്കിയുള്ള പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. SSLCയുടെ പരീക്ഷാഫലം മെയ് 2-ാം വാരത്തോടുകൂടി പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ധാരണ. അതിന് ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്ന കാര്യത്തിലായിരുന്നാലും, യൂണിഫോം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും 1.5 മാസങ്ങൾക്ക് മുമ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അന്ന് വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധിയുടെ വേർപാട്, ഗുജറാത്ത് കലാപം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി കേരളം ഒരു പാഠപുസ്തകം തയ്യാറാക്കി ഇറക്കിയിരുന്നു. കേരളം മാത്രമാണ് അങ്ങനെ ഒരു ദൗത്യത്തിന് തയ്യാറായിട്ടുള്ളത്. അതിനെ തുടർന്ന് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്നാൽ BJP സർക്കാരിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ,